നമസ്കാരം. പ്രധാന വാർത്തകൾ. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ബസ് പാഞ്ഞു കയറിയ അപകടം. യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഒറ്റപ്പാലത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ലോറി കത്തിനശിച്ചു. അപകടം ഇന്ന് പുലർച്ചെ. കോഴിക്കോട് രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത വിദ്യാർത്ഥിനിയോട് കെഎസ്ആർടിസി ജീവനക്കാരുടെ ക്രൂരത. ആവശ്യപ്പെട്ട സ്റ്റോപ്പിൽ ഇറക്കിയില്ല. താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് പകരം കെഎസ്ആർടിസി ഡിപ്പോയ്ക്ക് സമീപം ഇറക്കിവിട്ടെന്ന് പരാതി. പിഞ്ചാൽ എഫക്റ്റിൽ കേരളവും അതീവ ജാഗ്രതയിൽ. മഴ മുന്നറിയിപ്പിൽ മാറ്റം. 7 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പും റെഡ് അലർട്ടും. മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും സാധ്യത. മലയോര മേഖലയിൽ അതീവ ജാഗ്രത. അവധി പ്രഖ്യാപിക്കാൻ വൈകിയതിൽ കണ്ണൂർ കളക്ടർക്ക് വിമർശനം. കനത്ത മഴ കാരണം ശബരിമല യാത്രയ്ക്ക് നിയന്ത്രണം. കാനനപാതയിൽ തീർത്ഥാടകരെ തടഞ്ഞു. പുല്ലുമേട് വഴി എത്തിയവർ വഴിയിൽ കുടുങ്ങി. അയ്യപ്പ ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി. ടോർച്ച് വെട്ടത്തിൽ രക്തസാമ്പിൾ എടുത്ത് സർക്കാർ ആശുപത്രി. ദുരവസ്ഥ. കൊല്ലം കൊറ്റങ്കര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ബുദ്ധിമുട്ടി നിരവധി രോഗികൾ. ബിബിൻ സി ബാബു പാർട്ടി വിട്ടത് ആഘോഷിച്ച് കായംകുളത്തെ CPM പ്രവർത്തകർ. കേക്ക് മുറിച്ചത് ബിബിന്റെ ഭാര്യ മിനിസ. സന്ദീപ് വാര്യർക്കെതിരെ യുവമോർച്ചയുടെ ഭീഷണി മുദ്രാവാക്യം. വളപട്ടണത്തെ വീട്ടിൽ നിന്ന് 300 പവനും 1 കോടിയും കവർന്നത് അയൽവാസി. അഷറഫിന്റെ കുടുംബവുമായി അടുപ്പമുള്ള ലിജീഷ് അറസ്റ്റിൽ. പോലീസ് അന്വേഷണം. ലിജീഷിലെത്തിയത് വീടിനെ കുറിച്ചറിയാവുന്ന ആളാണ് കവർച്ച നടത്തിയതെന്ന സംശയം. പ്രതിയുടെ വീട്ടിൽ നിന്ന് സ്വർണവും പണവും കണ്ടെത്തി. വിശദമായ വാർത്തയിലേക്ക്. ഇടുക്കി കട്ടപ്പനയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ബസ് പാഞ്ഞു കയറി അപകടം. ബസ് കാത്തിരുന്ന യുവാവിന് മേലാണ് ബസ് ഇടിച്ചു കയറിയത്. പ്രിൻസ് ജെയിംസ് ചേരുന്നു വിവരങ്ങളുമായി. പ്രിൻസ്, ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? യുവാവിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? അശ്വതി, ഇന്നലെ വൈകുന്നേരം 7 മണിയോടെയായിരുന്നു ഇത്തരത്തിലൊരു അപകടം കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ നടന്നത്. കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ ആളുകൾ ബസ് കാത്ത് ഇരിക്കുന്ന പ്രദേശത്തേക്കായിരുന്നു ബസ് പാഞ്ഞു കയറിയത്. നെടുങ്കണ്ടം കട്ടപ്പന റൂട്ടിൽ ഓടുന്ന ദിയ ബസ്സാണ് കുമളി സ്വദേശിയായ വിഷ്ണുവിന്റെ ദേഹത്തേക്ക് പാഞ്ഞു കയറിയത്. ഈ വിഷ്ണു ഈ ബസ് കാത്ത് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുകയായിരുന്നു. ഈ സമയത്ത് മുൻവശത്ത് നിർത്തിയിട്ടിരുന്ന ബസ് മുൻപോട്ടെടുക്കുകയും വിഷ്ണുവിന്റെ ദേഹത്തേക്ക് കയറിയതായിരുന്നു. എന്തായാലും വലിയ ഒരു അപകടമായിരുന്നു നടന്ന അപകടം. വളരെ വലിയ അപകടമെന്ന് തോന്നിയിട്ടുണ്ടായെങ്കിലും അത്ഭുതകരമായി വിഷ്ണു രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വലിയ പരിക്കുകളില്ല. അയാളുടെ കാലിന് പരിക്കുകളുണ്ടെങ്കിൽ പോലും ഗുരുതരമായ ഒരു പരിക്കുകളില്ല. അത്ഭുതകരമായി വിഷ്ണു ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും ബസ് അധികൃതർ പറയുന്നത് ബസ് പുറകിലേക്ക് എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് വാഹനം മുൻപോട്ട് കുതിക്കുകയും ആളുകൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ്. എന്തായാലും വലിയ അപകടം സംഭവിക്കാതെ അത്ഭുതകരമായി വിഷ്ണു രക്ഷപ്പെടുകയായിരുന്നു. ശരി, പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ഒറ്റപ്പാലത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ലോറി കത്തിനശിച്ചു. പുലർച്ചെ 5 മണിയോടെയാണ് അപകടം. നിർത്തിയിട്ട സമയം ക്യാബിനിൽ തീ പടരുകയായിരുന്നു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ലോറി പൂർണ്ണമായും കത്തിനശിച്ചു. പാലക്കാട് നിന്നും ലോഡുമായി ഗുരുവായൂർ ഭാഗത്തേക്ക് പോയതാണ് ലോറി. കെഎസ്ആർടിസി ബസ്സിൽ രാത്രിയിൽ യാത്ര ചെയ്യുകയായിരുന്ന വിദ്യാർത്ഥിനിയെ ആവശ്യപ്പെട്ട ബസ് സ്റ്റോപ്പിൽ ഇറക്കിയില്ലെന്ന് പരാതി. താമരശ്ശേരിയിൽ പഴയ ബസ് സ്റ്റാൻഡിൽ ഇറക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും ഇറക്കിയത് കെഎസ്ആർടിസി ഡിപ്പോയ്ക്ക് സമീപമാണെന്നാണ് പരാതി. ബംഗളൂരുവിൽ നിന്നും വരികയായിരുന്നു വിദ്യാർത്ഥി. 8:30 താമരശ്ശേരിയിലെത്തേണ്ട ബസ് 10 മണിക്കാണ് എത്തിയത്. ബംഗളൂരുവിൽ ഏവിയേഷൻ കോഴ്സിന് പഠിക്കുന്ന താമരശ്ശേരി കെടവൂർ സ്വദേശി അനാമികയാണ് പരാതിയുമായി രംഗത്ത് വന്നത്. ബംഗളൂരുവിലെ സാറ്റലൈറ്റ് സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് അനാമിക താമരശ്ശേരിയിലേക്കുള്ള ബസ്സിൽ കയറിയത്.
രാത്രി 8:30 എത്തേണ്ട ബസ് 10 മണിക്കാണ് താമരശ്ശേരിയിലെത്തിയത്. പഴയ ബസ് സ്റ്റാൻഡിൽ അനാമികയുടെ പിതാവ് കാത്തുനിൽപ്പുണ്ടായിരുന്നു. അവിടെ ബസ് നിർത്താൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടെങ്കിലും തയ്യാറായില്ലെന്നാണ് പരാതി. 10 മണിയാകുമ്പോഴാണ് എത്തിയത്, 8:30 എത്തേണ്ട ബസ്. പക്ഷെ അത് ഞാൻ സാധാരണ ഇറങ്ങുന്നത് താമരശ്ശേരി അവിടെ പഴയ സ്റ്റാൻഡിലാണ്. അവിടെ നിർത്താൻ ഞാൻ എത്തുന്ന ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, പക്ഷെ അവര് നിർത്തിയില്ല. അവര് പറഞ്ഞു ഇത് ഇവിടെ നിർത്താൻ പറ്റില്ല, KSRTC ഡിപ്പോന്റെ അവിടെ നിർത്താൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ എത്തി അച്ഛൻ പിന്നെ അവിടെ നിന്ന് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടേനി പഴയ സ്റ്റാൻഡില്. അപ്പൊ നിന്നിട്ട് അവിടെ നിന്ന് പിന്നെ ആ ഡിപ്പോന്റെ അടുത്ത് എത്തിയ അച്ഛൻ വന്ന് ചോദിച്ചു എന്താ നിങ്ങൾ നിർത്താത്തതെന്ന്. അപ്പൊ ആ ഡ്രൈവർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല, അവള് പറഞ്ഞിട്ടില്ല എന്നൊക്കെയാ പറഞ്ഞേ. 1 കിലോമീറ്ററോളം അകലെയുള്ള KSRTC ഡിപ്പോയ്ക്ക് മുൻവശത്താണ് പിന്നീട് ബസ് നിർത്തിയത്. ബസ്സിനെ പിന്തുടർന്ന് ഡിപ്പോയ്ക്ക് സമീപമെത്തിയ പിതാവ് ഇത് ചോദ്യം ചെയ്തു. ബസ് നിർത്താനാവശ്യപ്പെട്ടത് കേട്ടില്ലെന്നായിരുന്നു ജീവനക്കാരുടെ മറുപടി. തുടർന്നാണ് അനാമിക KSRTCക്ക് പരാതി നൽകിയത്. ന്യൂസ് 18 കോഴിക്കോട്. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകൾക്ക് പുറമെ കാസർഗോഡും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി മുതൽ പാലക്കാട് വരെയുള്ള 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടിൽ മാറ്റമില്ല. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. ഏത് സാഹചര്യവും നേരിടാൻ സംസ്ഥാനം പൂർണ്ണ സജ്ജമെന്ന് മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. NDRFന്റെ 4 സംഘങ്ങൾ സംസ്ഥാനത്തുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശശി നാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ശശി, പത്തനംതിട്ടയിൽ ഇപ്പോൾ മഴയുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ഇന്നലെ രാത്രിയും അതുപോലെ കഴിഞ്ഞ ദിവസം 2 ദിവസം പത്തനംതിട്ടയിൽ വലിയ മഴയാണ് രേഖപ്പെടുത്തിയത്. രാത്രിയോടുകൂടി മഴയ്ക്ക് അല്പം ശമനമുണ്ട്. പക്ഷേ ജില്ലയുടെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ രീതിയിൽ ചെറിയ തോതിൽ മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെയില്ല. കഴിഞ്ഞ 2 ദിവസം അതിതീവ്ര മഴ പെയ്ത സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് പ്രധാനമായും ശബരിമല തീർത്ഥാടകരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. കാരണം തീർത്ഥാടകരെത്തുന്ന ജില്ല എന്ന നിലയ്ക്ക് നദികളിൽ ഇറങ്ങുന്നതും പമ്പയാറ്റിൽ കുളിക്കുന്നതുമൊക്കെ വിലക്കിക്കൊണ്ട് ഇന്നലെ തന്നെ കളക്ടർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ കാനന പാതയിലുള്ള രാത്രികാലങ്ങളിലുള്ള സഞ്ചാരവും നിരോധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു മുൻകരുതലിന്റെ ഭാഗമായി നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും ജാഗ്രത ഇപ്പോഴും ജില്ലയിൽ തുടരുന്നുണ്ട്. പക്ഷേ ആശങ്കപ്പെട്ട സാഹചര്യം നിലവില്ല. മലയോര മേഖലയിലൊക്കെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും നദിയിലെ ജലനിരപ്പും കാര്യമായ രീതിയിൽ ഉയർന്നിട്ടില്ല. മലയോര മേഖലയിൽ രാത്രികാലങ്ങളിൽ യാത്രയ്ക്ക് നിരോധനമുണ്ട്. എന്തായാലും ജില്ലയിൽ നിന്ന് മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ മഴ പെയ്യുമെന്നും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജാഗ്രത പത്തനംതിട്ട ജില്ലയിൽ തുടരുന്നത്. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. അവധി പ്രഖ്യാപിക്കാൻ വൈകിയതിൽ കണ്ണൂർ കളക്ടർക്ക് വിമർശനം. ജില്ലയിൽ റെഡ് അലർട്ട് ഉണ്ടായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നേരത്തെ പ്രഖ്യാപിക്കാത്തതിനാണ് ഫേസ്ബുക്ക് പേജിൽ വിമർശനവും പരിഹാസവും. അവധി പ്രഖ്യാപിച്ച് കളക്ടർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പുലർച്ചെ 1 മണിക്കാണ്. ടോർച്ച് വെട്ടത്തിൽ രക്തസാമ്പിൾ എടുത്ത് സർക്കാർ ആശുപത്രി. കൊല്ലം കൊറ്റങ്കര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് ദുരവസ്ഥ. വൈദ്യുതിയും പകരം ജനറേറ്റർ സംവിധാനവും ഇവിടെയില്ല. ഇതോടെ നിരവധി രോഗികളാണ് ബുദ്ധിമുട്ടുന്നത്. മൊബൈൽ വെളിച്ചത്തിലാണ് ഇഞ്ചക്ഷനും രക്തസാമ്പിളും എടുക്കുന്നത്. കൊട്ടാരക്കരയിൽ നിന്നും വിനീഷ് ചേരുന്നു. വിനീഷ്, വലിയ ദുരവസ്ഥയാണ്. ദൃശ്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. കറണ്ട് പോയാൽ അവിടെ ടോർച്ച് വെട്ടത്തിലാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നതും രക്തസാമ്പിൾ ശേഖരിക്കുന്നതുമൊക്കെ. ഇതെന്താണ് അധികാരികൾ കാണുന്നില്ല ഇതൊന്നും? അശ്വതി, കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ദീർഘനാളായിട്ട് അവിടെ നടക്കുന്നൊരു സംഭവമാണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം ശരിക്കും ഈ ഒരു പരിമിതികൾക്കുള്ളിലാണ് ആ ആശുപത്രി പ്രവർത്തിക്കുന്നത്. മതിയായ വെളിച്ചമില്ല എന്നുള്ള വലിയൊരു ആരോപണം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അവിടെ ഒരു ജനറേറ്റർ സംവിധാനമില്ല. അതുപോലെ തന്നെ അവിടെ ഒരു ഇൻവെർട്ടർ ഉണ്ടായിട്ട് അത് ദീർഘനാളായി തകരാറിലാണ്. ആ തകരാർ പരിഹരിക്കാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു ഗുരുതരാരോപണവും ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. പ്രായമുള്ള ഒരു മാതാവിനെയാണ് മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ആശുപത്രി അധികൃതർ ശുശ്രൂഷിക്കുന്നത്. ഇഞ്ചക്ഷൻ എടുക്കുന്നു, അതുപോലെ തന്നെ രക്തസാമ്പിളുകൾ ശേഖരിക്കുന്നു, അതുപോലെ തന്നെ ഒരു കുട്ടിയെ ശുശ്രൂഷിക്കുന്നു. എല്ലാം കാണാം. ഇതെല്ലാം ഈ ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞാണ് ഈ നേഴ്സന്മാർ എല്ലാം പരിശോധിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംഭവത്തിൽ ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ അവിടെ പ്രതിഷേധം നടത്തുന്നതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന വലിയൊരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. ശരി വിനീഷ്. കണ്ണൂർ വളപട്ടണത്ത് അടച്ചിട്ട വീട്ടിൽ നിന്ന് 300 പവനും 1 കോടി രൂപയും മോഷ്ടിച്ച കേസിൽ അയൽവാസി പിടിയിൽ. വീട്ടുടമ അഷ്റഫിന്റെ അയൽവാസിയായ ലിജീഷാണ് പിടിയിലായത്. വീട്ടിലെ കട്ടിലിനടിയിൽ ലിജീഷ് പ്രത്യേകം സജ്ജീകരിച്ച അറയിൽ സൂക്ഷിച്ചിരുന്ന 267 പവൻ സ്വർണവും 1 കോടി 21 ലക്ഷം രൂപയും പോലീസ് കണ്ടെടുത്തു.
CCTV ദൃശ്യമാണ് പ്രതിയെ പിടികൂടാൻ നിർണായകമായത്. മുഖംമൂടിയും വസ്ത്രവും കത്തിച്ചതായും തെളിവ് കണ്ടെത്തിയതായും കമ്മീഷണർ പ്രതികരിച്ചു. CCTV ദൃശ്യത്തിൽ പതിഞ്ഞ കഷണ്ടിത്തലയും വിരലടയാളവുമാണ് അയൽവാസിയായ കള്ളന് വിനയായത്. പ്രതിയെ പിടികൂടിയ പോലീസിന്റെ അന്വേഷണ വഴിയിലേക്ക്. വീടിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളയാളാണ് മോഷണം നടത്തിയതെന്ന് പോലീസിന് ആദ്യമേ സംശയമുണ്ടായിരുന്നു. മണം പിടിച്ച പോലീസ് നായ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തി. ഇതോടെ പ്രതി സംസ്ഥാനം വിട്ടേക്കാമെന്ന സംശയം ബലപ്പെട്ടു. തുടർന്ന് കോഴിക്കോട് മുതൽ ബംഗളൂരു വരെയുള്ള ടവർ ലൊക്കേഷൻ പോലീസ് പരിശോധിച്ചു. പഴയ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചു. കണ്ണൂരിലെ അടക്കം 35 ലോഡ്ജുകളിൽ പരിശോധന നടത്തിയ അന്വേഷണ സംഘം 215 പേരെ ചോദ്യം ചെയ്യുകയും 75 പേരുടെ വിരലടയാളം ശേഖരിക്കുകയും ചെയ്തു. വീട്ടിലെ CCTV ക്യാമറകളെല്ലാം മറച്ച് അതിവിദഗ്ധമായായിരുന്നു മോഷണം. എന്നാൽ ഒരു ക്യാമറ ചതിച്ചു. അതിൽ മുഖം മറച്ചിരുന്ന പ്രതിയുടെ ദൃശ്യം പതിഞ്ഞു. ഇതോടെ കഷണ്ടിയാളെ തിരഞ്ഞായി പിന്നീടുള്ള അന്വേഷണം. പഴയ കേസുകളിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആൾ ഇതിലും ഇൻവോൾവ് ഉണ്ടാവണം. ഇതിലെ ഒരു സംശയം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് പഴയ CCTV ഫുട്ടേജുകൾ, പഴയ അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള കേസുകളുടെ CCTV ഫുട്ടേജ് അത് ശേഖരിച്ചിട്ട് അതിന്റെ ഫിംഗർ പ്രിന്റ് മാച്ച് ചെയ്തിട്ട് അതും പരിശോധന ചെയ്തിട്ട് നോക്കി. ക്രൈം സീനിന് നമുക്ക് ഒരു CCTV ഫുട്ടേജ് കിട്ടിയിരുന്നു. ആ CCTV ഫുട്ടേജ് പ്രകാരം ഒരു ചെറിയ സംശയം, ഒരു കഷണ്ടി ഉള്ള ആൾ ഒരു ഇതിലെ സംശയമായിട്ട് ഉണ്ടാവണം. ഒരു കഷണ്ടി ആൾ ഉണ്ടാവണം. അതൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ആ ആംഗിൾ പ്രത്യേകമായിട്ട് വെച്ചിട്ട് ഞങ്ങൾ അന്വേഷണം ചെയ്തിട്ട് നോക്കി. ഒരു വർഷം മുമ്പ് കീച്ചേരിയിൽ നടന്ന മോഷണ രീതിയുമായി സാമ്യം തോന്നിയ പോലീസ് വിരലടയാളം ഒത്തുനോക്കി. അന്വേഷണ സംഘത്തിന്റെ സംശയം തെറ്റിയില്ല. ചുരുളഴിയാതെ നിന്നിരുന്ന കീച്ചേരിയിലെയും വളപട്ടണത്തെയും കള്ളൻ അയൽവാസിയായി ലിജീഷ് തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചു. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. കീച്ചേരി 803/2023 കേസ് ഒരു ക്രൈം നമ്പർ ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഇത് സിമിലാരിറ്റി ആണ്, അത് സംശയം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ആ കേസിന്റെ ഫിംഗർ പ്രിന്റ് ഇതിലെ ഈ ആളുടെ ഫിംഗർ പ്രിന്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ട് ഞങ്ങൾ മാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അത് നമുക്ക് സക്സസ് കിട്ടി. ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ മാച്ച് ആയിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞങ്ങൾ ഫർദർ ക്വസ്റ്റ്യനിങ് ചെയ്തു. വൈകിട്ട് ഏകദേശം നമുക്ക് 7:30 o'clock വരെ നമുക്ക് ഇയാൾ ഒരു അക്സെപ്റ്റ് ചെയ്തു. ഒരാഴ്ച നീണ്ട അധ്വാനത്തിനൊടുവിൽ കള്ളൻ വലയിലാകുമ്പോൾ അന്വേഷണ സംഘത്തിന് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും അഭിനന്ദനം. പോലീസിന് അഭിമാന നിമിഷവും. കണ്ണൂർ ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പുനലൂർ നഗരസഭയുടെ ആസ്തി രജിസ്റ്റർ കാണാനില്ലെന്ന് പരാതി. നഗരസഭയിലെ കൌൺസിലറാണ് തന്റെ പക്കൽ നിന്നും ആസ്തി രജിസ്റ്റർ നഷ്ടമായതായി കാണിച്ച് സെക്രട്ടറിക്ക് പരാതി നൽകിയത്. ചെയർപേഴ്സന്റെ മുറിയിൽ വെച്ചാണ് രജിസ്റ്റർ കാണാതായത്. നഗരസഭയുടെ ആസ്തി രജിസ്റ്റർ നഷ്ടപ്പെട്ടുവെന്ന് കാണിച്ച് കൌൺസിലർ സെക്രട്ടറിക്ക് നൽകിയ കത്ത് വിവാദമാവുകയാണ്. വിഷയത്തെ തുടർന്ന് വിളിച്ചു ചേർത്ത അടിയന്തര നഗരസഭാ കൌൺസിലിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഭരണപക്ഷ കൌൺസിലർമാർക്ക് മറുപടി നൽകാനായില്ല. നഗരസഭയുടെ വിവിധ വസ്തുക്കളുടെ പ്രമാണം മുൻപ് മോഷണം പോയതുപോലെ ഇപ്പോൾ ആസ്തി രജിസ്റ്ററും മോഷണം പോയതിൽ ദുരൂഹതയുണ്ടെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പാണ് നഗരസഭയിൽ ഉണ്ടായിരുന്ന പ്രമാണങ്ങൾ മുഴുവൻ കാണാതെ പോയത്. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നഗരസഭയിൽ സൂക്ഷിച്ചിരുന്ന ആസ്തി രജിസ്റ്റർ കാണാതെ പോയിരിക്കുക. ഇതിലേക്ക് നിയമ നടപടി സ്വീകരിക്കുന്നതിന് തയ്യാറാകാത്തത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. നഗരസഭ സെക്രട്ടറിയും ഭരണ നേതൃത്വവും ഇതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ച് തയ്യാറാക്കിയ ആസ്തി വിവര കണക്കുകളുടെ രജിസ്റ്ററാണ് കാണാതായത്. വാർഡിലെ രൂപരേഖ തയ്യാറാക്കിയതിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാണ് കൌൺസിലർ രേഖകൾ കൈക്കലാക്കിയതെന്നും ആരോപണമുണ്ട്. സംഭവം വിവാദമായതോടെ നഗരസഭാ സെക്രട്ടറി സെർച്ച് ഓർഡർ പുറപ്പെടുവിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണവും നടപടിയും വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ന്യൂസ് 18 പുനലൂർ. കലോത്സവത്തിനെത്തുന്നവർക്ക് ക്ഷീണമകറ്റാൻ പോലീസ് സംഘടനയും കൈകോർത്തു. കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ വിദ്യാർത്ഥികൾക്ക് ലഘുഭക്ഷണങ്ങൾ നൽകി പോലീസ് പവലിയൻ. 5 ദിവസവും സൗജന്യമായി ലഘുഭക്ഷണങ്ങൾ നൽകിയത് വിദ്യാർത്ഥികൾക്ക് ഏറെ ആശ്വാസമായി. കൊട്ടാരക്കര ഗവൺമെന്റ് ബോയ്സ് HSS ഗ്രൗണ്ടിൽ പ്രവർത്തിച്ച പോലീസ് പവലിയനിലാണ് ലഘുഭക്ഷണങ്ങൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകിയത്. ദാഹജലം, ഉണ്ണിയപ്പം, പഴം, ഓറഞ്ച്, നാരങ്ങാവെള്ളം തുടങ്ങിയവയായിരുന്നു പവലിയനിൽ ഒരുക്കിയത്.
ലഘുഭക്ഷണങ്ങളോടൊപ്പം സ്കൂൾ കുട്ടികൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പോസ്റ്ററുകളും സന്ദേശങ്ങളും പവലിയനിൽ പ്രദർശിപ്പിച്ചിരുന്നു. കലയെ സ്നേഹിക്കാം, ലഹരിയെ തുരത്താം എന്ന സന്ദേശവും ലഘുചിത്ര പ്രദർശനവും ഗുഡ് ടച്ച്, ബാഡ് ടച്ച് എന്നിവയെ തിരിച്ചറിയാനുള്ള പോസ്റ്ററുകൾ, സെക്ഷൽ അബ്യൂസ്, പോക്സോ തുടങ്ങിയവയ്ക്കെതിരെ കുട്ടികളെ ബോധവൽക്കരിക്കാനുള്ള ചിത്രങ്ങൾ, അടിയന്തര ഘട്ടങ്ങളിൽ പോലീസ് സഹായ ഹെൽപ്പ് ലൈൻ സംവിധാനങ്ങൾ തുടങ്ങിയവയും ഒരുക്കിയിരുന്നു. പവലിയനിലേക്ക് നേരിട്ടെത്തി ലഘുഭക്ഷണങ്ങൾ വാങ്ങാൻ കഴിയാത്തവർക്ക് പ്രവർത്തകർ എത്തിച്ചു നൽകുകയും ചെയ്തു. പ്രധാന വേദിയിൽ അവസാന മത്സരം അരങ്ങേറിയപ്പോൾ കാണികൾക്ക് മധുരം നൽകിയാണ് പവലിയൻ അവസാനിപ്പിച്ചത്. വരും വർഷങ്ങളിലും പോലീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ കലോത്സവ വേദികളിൽ സജീവമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. സന്ദീപ് വാര്യർക്കെതിരെ ഭീഷണി മുദ്രാവാക്യം. കണ്ണൂർ അഴീക്കോടാണ് യുവമോർച്ച പ്രവർത്തകർ ഭീഷണി മുദ്രാവാക്യം മുഴക്കി പ്രകടനം നടത്തിയത്. ഒറ്റുകാര സന്ദീപെ പാലക്കാട് പട്ടാപ്പകലെടുത്തോളാം എന്നാണ് ഭീഷണി. KT ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ ദിനത്തിലാണ് പ്രകോപന മുദ്രാവാക്യം മുഴക്കിയത്. ബലിദാനികളെ കൂട്ടുപിടിച്ച പട്ടാപ്പകലിൽ പാലക്കാട് ഇന്ന് ഞങ്ങളെടുത്തോളാം. ബിബിൻ സി ബാബു CPM വിട്ടുപോയത് കേക്ക് മുറിച്ച് ആഘോഷിച്ച് കായംകുളത്തെ പ്രവർത്തകർ. ബിബിന്റെ ഭാര്യ മിനിസയാണ് കേക്ക് മുറിച്ചത്. പത്തിയൂർ കശുവണ്ടി ഫാക്ടറിക്ക് സമീപമായിരുന്നു ആഘോഷം. ബിബിൻ പാർട്ടിയെ ബാധിച്ചിരുന്ന മാരക രോഗമാണെന്നും ഒഴിഞ്ഞുപോയതിന്റെ സന്തോഷ സൂചകമായാണ് ആഘോഷമെന്നും പ്രാദേശിക CPM നേതാക്കൾ പറഞ്ഞു. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ മഴയെ വകവയ്ക്കാതെ തീർത്ഥാടക പ്രവാഹം. 11 മണിവരെ 41,416 തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയത്. ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നതിനാൽ പരമ്പരാഗത കാനനപാത വഴിയും പുല്ലുമേട് വഴിയുമുള്ള തീർത്ഥാടനത്തിന് താൽക്കാലികമായ നിരോധനം ഏർപ്പെടുത്തി. ചുഴലിക്കാറ്റും മഴയും മൂലം തമിഴ്നാട്, ആന്ധ്ര എന്നിവിടങ്ങളിലെ തീർത്ഥാടകരുടെ വരവും കുറഞ്ഞു. പമ്പ സ്നാനം നടത്തുന്ന വിവിധയിടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴയിലും കോടമഞ്ഞിലും മുങ്ങി നിൽക്കുകയാണ് ശബരിമല സന്നിധാനം. ശബരിമലയിലും പരിസര പ്രദേശങ്ങളുമായി ശനിയാഴ്ച തുടങ്ങിയ മഴ ഇപ്പോഴും ഇടവിട്ട് തുടരുകയാണ്. എന്നാൽ പ്രതികൂല കാലാവസ്ഥ മലയിലെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. മണിക്കൂറിൽ 4000-നും 5000-നും ഇടയ്ക്ക് തീർത്ഥാടകരാണ് ദർശനത്തിന് ഉച്ചവരെ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മഴ കാരണം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് വരാൻ കഴിയാത്തവരാണ് ഇന്ന് കൂടുതലായും എത്തിയത്. മഴയും ചുഴലിക്കാറ്റും കാരണം തമിഴ്നാട്, ആന്ധ്ര മേഖലകളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വരവ് കുറഞ്ഞു. പരമ്പരാഗത കാനനപാതയിലൂടെയും പുല്ലുമേട്ടിലൂടെയുമുള്ള യാത്രയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീർത്ഥാടകർ പാറക്കെട്ടുകളിൽ വഴുതി വീണ് പരിക്കേൽക്കുന്നത് ഒഴിവാക്കാനാണ് നടപടി. മണ്ണിടിച്ചിൽ സാധ്യതയും പലയിടങ്ങളിലുമുണ്ട്. ഏതു സാഹചര്യത്തെയും നേരിടാനുള്ള സന്നാഹങ്ങളെല്ലാം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് സന്നിധാനം പോലീസ് വ്യക്തമാക്കി. പോലീസിന്റേതായിട്ടുള്ള എല്ലാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എക്വിപ്മെന്റ്സും ഞങ്ങൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. ഏത് സാഹചര്യവും നേരിടാൻ കേരള പോലീസ് തയ്യാറാണ്. പമ്പ അടക്കമുള്ള നദികളിൽ ഇറങ്ങുന്നതിനും നിയന്ത്രണമുണ്ട്. ജലനിരപ്പ് പെട്ടെന്ന് ഉയരാനും അടിയൊഴുക്കിനുള്ള സാധ്യതയും മുന്നിൽ കണ്ടാണ് ഈ നിർദ്ദേശം. വരും ദിവസങ്ങളിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ പോലീസിന് പുറമെ ദുരന്ത നിവാരണ സേനാ വിഭാഗങ്ങളടക്കം സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് 18 സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സ്വപ്നം കീഴടക്കാൻ സമയവും സാഹചര്യവും ഒന്നും തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിനിയായ സോഫിയ ജെയിംസ്. റാമ്പുകളിൽ താരമാണ് ഇന്ന് സോഫിയ. കഴിഞ്ഞ മേയിൽ ജയ്പൂരിൽ നടന്ന മിസിസ് ഇന്ത്യ മത്സരത്തിൽ മികച്ച വ്യക്തിത്വത്തിനുള്ള ഗോൾഡൻ ഹാർട്ട് പുരസ്കാരം, മിസിസ് കേരള വേദിയിൽ ബ്യൂട്ടിഫുൾ സ്കിൻ ടൈറ്റിൽ, നവംബറിൽ ഡൽഹിയിൽ നടന്ന മിസിസ് ഇന്ത്യ മത്സരത്തിൽ ഫൈനലിസ്റ്റുകളിൽ ഒരാൾ തുടങ്ങി 41-കാരിയായ സോഫിയ റാമ്പുകളിൽ നിന്ന് നേടിയെടുത്തത് സ്വപ്നതുല്യമായ നേട്ടങ്ങളാണ്. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഓരോരുത്തരും സൗന്ദര്യ മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്നതും സമ്മാനം നേടുന്നതൊക്കെ വളരെ കൗതുകത്തോടെ കണ്ടിട്ടുണ്ട്.
ഇടയ്ക്ക് ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം, പോകാൻ പറ്റുമോ. അതൊന്നും പിന്നീട് ആ സമയങ്ങളിലൊന്നും നടന്നില്ല. പിന്നീട് വിവാഹം കഴിച്ചതിന് ശേഷം എനിക്ക് 3 കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷമാണ് ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം മിസ്സിസ് കേരളയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. LIC നെടുങ്കണ്ടം ഡിവിഷനിലെ ഡെവലപ്മെന്റ് ഓഫീസറായ സോഫിയ 3 കുട്ടികളുടെ അമ്മയായ ശേഷമാണ് കോളേജ് കാലഘട്ടം മുതൽ ഒപ്പം ചേർന്ന ഫാഷൻ സ്വപ്നങ്ങളിലേക്ക് വീണ്ടും നടന്നു തുടങ്ങിയത്. ആർക്കിടെക്റ്റായ ഭർത്താവ് എബ്രഹാമിന്റെ നിർബന്ധത്തെ തുടർന്നായിരുന്നു 2023 മിസിസ് കേരള മത്സരത്തിനായി അപേക്ഷിച്ചത്. മിസിസ് കേരള മത്സരത്തിന് മുന്നോടിയായുള്ള ഓഡീഷന് ശേഷം കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് തയ്യാറെടുപ്പിനായി ലഭിച്ചത്. ഓൺലൈൻ പരിശീലന ക്ലാസുകളിൽ പങ്കെടുത്തും മുൻ മത്സരങ്ങളുടെ വീഡിയോകൾ കണ്ടും നേടിയ ആത്മവിശ്വാസം മാത്രമാണ് കൈമുതലായി ഉണ്ടായിരുന്നത്. ആദ്യ മത്സരവേദിയിൽ നിന്ന് ലഭിച്ച ഊർജം കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കരുത്തുമായി. വനിതാ ദിനത്തോടനുബന്ധിച്ച് ഫോറെവർ സ്റ്റാർ ഇന്ത്യ നടത്തിയ സൂപ്പർ വിമൻ സൂപ്പർ ഹീറോ മത്സരത്തിലെ മൾട്ടി ടാലന്റ് പുരസ്കാരം, ദിവ പ്ലാനറ്റിന്റെ ഇൻസ്പിറേഷണൽ വിമൻ റോൾ മോഡൽ പുരസ്കാരം തുടങ്ങി സോഫിയയുടെ നേട്ടങ്ങളുടെ നിര ഇനിയുമുണ്ട് ഒരുപാട്. ഇനി മിസിസ് ഇന്ത്യ ഗ്ലോബിന്റെ സീസൺ 8 മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരുക്കത്തിലാണ് സോഫിയ. ന്യൂസ് 18 ഇടുക്കി. ലക്ഷങ്ങൾ ചെലവഴിച്ച് നവീകരിച്ച പുനലൂർ നഗരസഭാ ശ്മശാനം വീണ്ടും പ്രവർത്തനരഹിതമായി. നവീകരണ പ്രവർത്തനങ്ങൾ നടന്ന് 1 വർഷമായപ്പോഴേക്കുമാണ് ശ്മശാനം വീണ്ടും തകരാറിലായത്. നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയും പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി. 1 വർഷം മുൻപാണ് 9 ലക്ഷം രൂപ ചെലവഴിച്ച് പുനലൂർ നഗരസഭയുടെ തൊളിക്കോട്ടെ വാതക ശ്മശാന ശമന തീരം അറ്റകുറ്റപ്പണി നടത്തിയത്. എന്നാൽ ശ്മശാനം വീണ്ടും തകരാറിലായതോടെ ആഴ്ചകളായി ഇവിടെ ശവസംസ്കാരം നടത്തുന്നില്ല. നഗരസഭാ പരിധിയിലുള്ളവർക്ക് മൃതദേഹവുമായി കിലോമീറ്ററുകൾ താണ്ടി തെന്മലയിലേക്കോ കൊല്ലം പോളയത്തോട്ടേക്കോ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. പുനലൂർ പോലുള്ള ഒരു ചെറിയ പട്ടണത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഇവർക്കൊക്കെ സ്വന്തം പുരയിടത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള സൗകര്യമില്ലാത്തതിനാലാണ് അവർ ഈ ശ്മശാനത്തെ ആശ്രയിക്കേണ്ടി വരുന്നത്. 17 ലക്ഷം രൂപ കൊടുത്ത് ചിലവാക്കി ഇൻസ്റ്റാൾ ചെയ്ത ശ്മശാനം അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടി 1 വർഷം 9 ലക്ഷം രൂപ വരെ ചിലവഴിച്ചിട്ടും അതിപ്പോഴും പ്രവർത്തന സജ്ജമാകുന്നില്ല എന്നത് ദുരൂഹതയാണ്. അതിനുള്ള ബർണറുകളിൽ കേട് സംഭവിച്ചു എന്ന് പറയുന്നു. ആ ബർണറുകൾക്ക് കേട് സംഭവിച്ചത് പരിഹരിക്കാൻ കഴിയാത്തത്, സമയബന്ധിതമായി പരിഹരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. 2018 1 കോടി രൂപ മുടക്കി അത്യാധുനിക സൗകര്യങ്ങളോടെ ശ്മശാനം നവീകരിച്ചിരുന്നു. പിന്നീട് ശ്മശാനത്തിന്റെ പുകക്കുഴൽ ദ്രവിച്ചതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെച്ചു. വാതക ചേംബറിലുണ്ടായ ചോർച്ചയുൾപ്പെടെയുള്ള തകരാറുകൾ മൂലം കഴിഞ്ഞ വർഷവും 6 മാസത്തോളം ഇത് അടച്ചിട്ടിരുന്നു. 9 ലക്ഷം രൂപ ചെലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തി കഴിഞ്ഞ കൊല്ലം ജൂണിൽ ശ്മശാനം വീണ്ടും തുറന്നു. ശ്മശാനം സ്ഥാപിച്ച ചെന്നൈ ആസ്ഥാനമായുള്ള കമ്പനി തന്നെയാണ് അറ്റകുറ്റപ്പണിയും നടത്തിയത്. 10 വർഷം മുൻപ് തൊളിക്കോട് പ്രവർത്തനം ആരംഭിച്ച ശ്മശാനത്തിൽ നഗരസഭയിൽ നിന്നുള്ളവർക്ക് പുറമെ സമീപ പഞ്ചായത്തുകളിൽ നിന്നുള്ള മൃതദേഹങ്ങളും സംസ്കരിച്ചിരുന്നു. തകരാർ പരിഹരിക്കുന്നതിനുള്ള അടങ്കൽ തയ്യാറാക്കൽ നടപടിയായിട്ടുണ്ടെന്നും പരമാവധി വേഗത്തിൽ അറ്റകുറ്റപ്പണി നടത്തി ശ്മശാനം പ്രവർത്തന സജ്ജമാക്കുമെന്നുമാണ് നഗരസഭയുടെ വിശദീകരണം. ന്യൂസ് 18 പുനലൂർ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7075, പവന് 56,600. 18 ക്യാരറ്റ് ഗ്രാമിന് 5860, പവന് 46,880. വെള്ളി ഗ്രാമിന് 98 രൂപ, കിലോയ്ക്ക് 98,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവ് കാണാം. നമസ്കാരം.